NH66 ഈഞ്ചക്കലിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഫ്ലൈ ഓവറിൻ്റെ ഒരു സ്റ്റാറ്റസ് അപ്ഡേറ്റ് വീഡിയോ ആണ്. തിരുവനന്തപുരം ബൈപ്പാസിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയപ്പോൾ തന്നെ ഈഞ്ചക്കലിൽ ഒരു അണ്ടർപാസിൻ്റെ പ്രപ്പോസൽ ഉണ്ടായിരുന്നെങ്കിലും പ്രാദേശികമായ എതിർപ്പ് മൂലം അത് നടന്നില്ല. ഒടുവിൽ അവിടെ ഒരു അപ്ഗ്രേഡ് ജംഗ്ഷൻ, ഒരു സിഗ്നൽ ജംഗ്ഷനാണ് വന്നത്. ഒടുവിൽ അത് വലിയ ഒരു കുപ്പിക്കഴുത്തായി മാറുകയും വലിയൊരു സമയം ട്രാഫിക് ബ്ലോക്കുകൾ നഷ്ടപ്പെടുകയും ചെയ്ത് തുടങ്ങിയപ്പോഴാണ് വീണ്ടും ഒരു ഫ്ലൈ ഓവർ അവിടെ പ്രപ്പോസ് ചെയ്തത്. തിരുവനന്തപുരം ബൈപ്പാസിൽ 4 ഇടത്തായി ബ്ലാക്ക് സ്പോട്ട് ഇറാഡിക്കേഷന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്ന കൺസ്ട്രക്ഷനുകളിൽ ഒന്നാണ് ഈ ഒരു ഫ്ലൈ ഓവർ. 22 ഫെബ്രുവരി 2024 ആക്ച്വൽ സ്റ്റാർട്ട് ഡേറ്റ്. 18 മാസം കൊണ്ട് പൂർത്തീകരിക്കണമെന്നാണ് കരാറ്. അതുപ്രകാരം ഷെഡ്യൂൾഡ് കംപ്ലീഷൻ ഡേറ്റ് 22 ഓഗസ്റ്റ് 2025. ചെറിയാൻ വർക്കി കൺസ്ട്രക്ഷൻസിനാണ് ഈ പ്രോജക്റ്റ് അവാർഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്ട്രക്ചറിൻ്റെ മാത്രം പ്രോജക്റ്റ് കോസ്റ്റ് 47 കോടിയാണ്. 9 തൂണുകളിലായിട്ടാണ് ഈ ഒരു ഫ്ലൈ ഓവർ വരുന്നത്. പിയറുകളുടെയൊക്കെ കാസ്റ്റിംഗ് കഴിഞ്ഞ് പിയർ ക്യാപ്പിങ്ങിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണത്തിൻ്റെ പിയർ ക്യാപ്പിങ്ങിൻ്റെ കാസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഷട്ടറിങ് വർക്കൊക്കെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും അപ്രോച്ച് റോഡിൻ്റെ പണികൾ തുടങ്ങിയതായിട്ട് കണ്ടില്ല. എന്നാൽ തെക്കേ എൻഡിൽ, അതായത് മുട്ടത്തറ ഭാഗത്തായിട്ട് അവിടെ സൈറ്റ് ക്ലിയർ ചെയ്യുന്ന പ്രവൃത്തി നടക്കുന്നതായിട്ട് കണ്ടു. എന്തായാലും സാമാന്യ വേഗത്തിൽ തന്നെ പുരോഗമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഈ വർഷം അവസാനത്തോടുകൂടിയെങ്കിലും പണികൾ പൂർത്തിയാക്കി ഗതാഗതത്തിന് വേണ്ടി തുറന്നു കൊടുക്കും എന്ന് പ്രതീക്ഷിക്കാം.